നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ചുവടുറപ്പിച്ച നടിയാണ് പാർവതി തിരുവോത്ത്. പിന്നീട് സിനിമകൾ കുറഞ്ഞെങ്കിലും വൻ തിരിച്ചുവരവ് തന്നെ നടി നടത്തിയിരുന്നു. വുമൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒട്ടനവധി സിനിമകളിൽ ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് പാർവതി ഞെട്ടിച്ചു. ഒടുവിൽ അഭിനയ മികവിന് സംസ്ഥാന അവാർഡും പാർവതി കരസ്ഥമാക്കി. പല കാര്യങ്ങളിലും തൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത പാർവതിക്ക് വിമർശനങ്ങളും പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനോടൊന്നും മുഖം കൊടുക്കാൻ താരം തയ്യാറായിരുന്നില്ല. ഇപ്പോഴിതാ താൻ നേരിട്ട മാനസിക സംഘർഷത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് പാർവതി. ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് താൻ കുഴഞ്ഞു വീണു. ഉടനെ എന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അന്ന് ആദ്യമായി എൻ്റെ ശരീരം സൂചന നൽകുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലൊതുക്കുന്നുണ്ട്. ശരീരത്തിന് അത് എടുക്കാൻ സാധിക്കില്ലെന്ന് സൂചന. മനസ്സ് ശരിയല്ലെങ്കിൽ ശരീരം നിർത്തേന്ന് പറയും. അവിടുന്ന് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി. അന്ന് ഡോക്ടറിനടുത്ത് കൊണ്ടുപോയപ്പോൾ എനിക്ക് നെഞ്ചിനുള്ളിൽ ഭയങ്കര വേദനയായിരുന്നു. ശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണോ അറിയില്ല എന്നാണോ എന്ന്. അതെൻ്റെ ജീവിതം മാറ്റിമറിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. എങ്ങനെയാണെന്ന് ശ്വസിക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു തരേണ്ടി വന്നു. 2014 ഇത് നടക്കുന്നത്. ഞാൻ ഷോക്കായിപ്പോയി. സഹോദരന് കാര്യങ്ങൾ അറിയാമായിരുന്നു. മാതാപിതാക്കൾ അറിയാൻ കുറച്ചു വൈകി. എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങി. കാരണം ഉത്തരം എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന്, ദേഹത്ത് വേദന വരുന്നുണ്ടെന്നും അറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ ദേഹത്ത് വേദനയില്ല. ഓരോ സിനിമകൾ കഴിയുന്തോറും, പ്രശ്നങ്ങൾ സംഭവിക്കും തോറും ഇത് കൂടിക്കൂടി വന്നു. മാനസികാരോഗ്യത്തിന് തെറാപ്പി വളരെയധികം സഹായിച്ചു എന്നാണ് പാർവതി പറയുന്നത്. ധന്യ വർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു നടിയുടെ തുറന്നു പറച്ചിൽ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കും പോലെ, അടുത്ത സുഹൃത്തിന് നമ്മൾ കൊടുക്കുന്ന കരുതൽ പോലെ എന്തുകൊണ്ട് നമ്മൾ നമ്മളോട് ആ സ്നേഹം കാണിക്കുന്നില്ലെന്നും പാർവതി ചോദിക്കുന്നു. ശത്രുക്കളോട് പോലും നമ്മൾ ക്ഷമിക്കുവാനും, പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുന്നില്ലെന്നും പാർവതി പറയുന്നു.